ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വാട്സപ്പിൽ ശരിയായ രീതിയിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആർക്കാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ടത് ആ കോൺടാക്റ്റ് എടുക്കുക. അതിനുശേഷം കോൺടാക്റ്റിൻ്റെ താഴെയായിട്ട് മെസ്സേജ് അയക്കേണ്ട ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. ആ മെസ്സേജ് ബോർഡിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഇൻ്റർഫേസ് തെളിഞ്ഞു വന്നതിന് ശേഷം അടിഭാഗത്തായിട്ടൊരു മാപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതിൽ നമ്മളുടെ നാവിഗേഷൻ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ നിലവിൽ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നിലകൊള്ളുന്നത്, നമ്മുടെ മൊബൈൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. ഇൻഫർമേഷൻ ബട്ടണാണ്. അപ്പോൾ മാപ്പ് സെറ്റിങ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അവിടെ മാപ്പ്, ഹൈബ്രിഡ്, സാറ്റലൈറ്റ് വ്യൂ എന്നിങ്ങനെ 3 ഓപ്ഷനുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നീട് നമുക്കൊരു കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ നാവിഗേഷൻ ബട്ടൺ. അവിടെ ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അടിഭാഗത്തോട്ട് വരുമ്പോൾ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആദ്യം തന്നെ വരുന്നത്. ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ ലൈവ് ലൊക്കേഷൻ എത്ര സമയത്തേക്കാണ് ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചോദിക്കുന്നതാണ്. ഇവിടെ 15 മിനിറ്റ്, 1 മണിക്കൂർ, 8 മണിക്കൂർ എന്നിങ്ങനെയാണ് സമയം വരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ക്യാപ്ഷനും കാര്യങ്ങളും കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അടിഭാഗമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് ചെയ്ത് കൊടുക്കുക. ലൈവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നു അതിനുശേഷം ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തു. അതിനുശേഷം നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രാവൽ ചെയ്യുന്ന സമയത്തുടനീളം നിങ്ങളുടെ ലൊക്കേഷൻ അവർക്ക് ടാഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നതൊക്കെ ആ ലൈവ് ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത്തരത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിനകത്തായിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഡെസ്റ്റിനേഷൻ മാറുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് കറക്റ്റായി തന്നെ ഈ മാപ്പ് ലൊക്കേഷൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷെയറിങ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ഷെയറിങ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ലൊക്കേഷൻ ഷെയർ ആവുന്നത് നിൽക്കുന്നതായിരിക്കും. ഇനി വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് സെൻഡ് യുവർ കറൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കും അവിടെ മാർക്കാവുന്നത്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാവലിംഗ് ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ മാർക്കാവുന്നതല്ലായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഹൗസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലത് കറൻറ്റ് ലൊക്കേഷൻ ആയിരിക്കും. പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷനിൽ ചേഞ്ച് വരില്ല. കറക്റ്റായിട്ടുള്ള ആ ലൊക്കേഷൻ അവിടെ മാർക്കായിട്ടുണ്ടാകും. അടുത്തൊരു ഓപ്ഷനാണ് സെർച്ച് ചെയ്തുകൊണ്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന രീതി. അതായത് നിങ്ങൾ സെർച്ച് ബാറിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ട സ്ഥലം ഏതാണോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 3 രീതിയിലാണ് നിങ്ങൾക്ക് ലൊക്കേഷൻ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും, കറൻറ്റ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും, പിന്നീട് അഡ്രസ്സ് വെച്ചുകൊണ്ട് സെർച്ച് ചെയ്തുകൊണ്ടുള്ള ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള വാട്സപ്പിൽ എങ്ങനെയാണ് ലൊക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ. ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.